ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മരണമുറപ്പായ യുദ്ധങ്ങളെ സൈനികർ എപ്പോഴും ഭയക്കുക തന്നെ ചെയ്യും. തനിക്ക് മുൻപേ പോയവരൊക്കെ തിരികെ വരാത്തതാണ് മരണം ഉറപ്പാണെന്ന് സൈനികർ വിലയിരുത്തുന്നത്. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ ഉത്തരവുകൾ അനുസരിക്കാതിരുന്നാൽ പട്ടാളക്കോടതി കടുത്ത ശിക്ഷയാകും നൽകുക. അതൊരു പക്ഷേ നീണ്ടകാലത്തെ ജയിൽവാസമായിരിക്കും. സൈനിക സേവനം നിർബന്ധമായ ഇസ്രയേലിൽ ഇത് ഒഴിവാക്കാനും മറ്റു വഴികളൊന്നുമില്ല. ഇസ്രായേലിലെ യുവാക്കളായ സൈനികർ ഇപ്പോൾ ഇത്തരമൊരു ഊരാക്കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പകരം വീട്ടാൻ ഹമാസിനെയും ഗസയെയും ആക്രമിക്കാൻ ആവേശപൂർവ്വം ഗസയിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ജൂത സൈനികർ അനേകരുണ്ടായിരുന്നു. ഹമാസിനെയും ഗസയിലെ ജനങ്ങളെ മുഴുവനും ഒരാഴ്ച കൊണ്ട് കൊന്നൊടുക്കി സന്തോഷത്തോടെ തിരിച്ചു വരാമെന്ന് കരുതി ആവേശത്തോടെ ഗസയിലേക്ക് പോയ നല്ലൊരു ശതമാനം സൈനികരും ഇന്ന് ശവക്കുഴികളിലാണ്. ഇവരുടെ പ്രതീക്ഷയെ മറികടന്നുകൊണ്ട് കാലങ്ങളായി അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനതയുടെ കരൾ വെന്തുരിയ തീച്ചൂടിലേക്കാണ് ഈ സൈനികർ ചെന്ന് കയറിയത് എന്ന് നമ്മൾ ഓർക്കണം. ഇസ്രായേലിന്റെ 100 കണക്കിന് ടാങ്കുകളും കവചിത വാഹനങ്ങളും അതിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് സൈനികരെയുമാണ് ഹമാസ് ഗസയിലിട്ട് ചുട്ടരിച്ചത്. ഈ സൈനികരെ സംബന്ധിച്ച് പലപ്പോഴും പിന്തിരിഞ്ഞോടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്നും സൈന്യത്തെ പിൻവലിച്ച് കുറച്ചു പേരെ മാത്രം ഗസയുടെ ചില സുരക്ഷിത മേഖലകളിൽ നിലനിർത്തിക്കൊണ്ട് വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 കൊല്ലത്തിലധികമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകളെ ഗസയിൽ കൊന്നൊടുക്കിയിട്ടും വിജയം അവകാശപ്പെടാനോ ഇസ്രായേലിന്റെ മേലുള്ള ഹമാസിന്റെയോ അവരോട് അനുഭാവം പുലർത്തുന്ന ഹൂത്തികളുടെയോ ഭീഷണികളിൽ നിന്നും രക്ഷ നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പ്രധാന പരാജയം. പൂർണ്ണമായും ഒരു വ്യോമാക്രമണത്തിലൂടെ മാത്രം ഹമാസിനെ നശിപ്പിക്കാനാവില്ല എന്ന തിരിച്ചറിവ് ഇസ്രായേലിന്റെ സുരക്ഷിത സേനയായ IDF-നുള്ളത് കൊണ്ട് ഗസയിലേക്ക് സൈനികരെ അയക്കാതിരിക്കാനും കഴിയില്ല. എന്നാൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിലും ഭൂമിക്കടിയിലെ നിലവറയിൽ നിന്നുമൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് മാരകമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഹമാസിന്റെ ഗറില്ല യുദ്ധം മൂലം നിരന്തരം സൈനികരും വിലപിടിപ്പുള്ള വാഹനങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ളത്. ജീവന് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ലാത്ത ഇത്തരം സൈനിക സേവനത്തിന് നിർബന്ധിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട് സൈനികർ ആത്മഹത്യ ചെയ്യുന്നത് ഇസ്രായേലിൽ വർദ്ധിച്ചു വരുന്നതായി ടൈംസ് ഓഫ് ഇസ്രായേൽ, ജെറുസലേം പോസ്റ്റ് എന്നീ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് റിസർവ് സൈനികർക്കിടയിലാണ് കൂടുതൽ ആത്മഹത്യകൾ ഉണ്ടാവുന്നത് എന്നാണ് ഈ പത്രങ്ങൾ പറയുന്നത്. റിസർവ് സൈനികരുടെ ആത്മഹത്യാ കഥകൾ സർക്കാർ ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നെന്ന് ഇസ്രായേലിലെ ഷോംറിം എന്ന വെബ്സൈറ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച ശേഷമാണ് റിസർവ് സൈനികരെ കൂടുതൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവരാണ്. അതിനാൽ കൂടുതൽ മാനസിക സംഘർഷം താങ്ങാൻ കഴിയാതെയാണ് ഇവർ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നത് എന്നാണ് പഠനം. അതുമാത്രമല്ല, അഥവാ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ചു വന്നാൽ പോലും ഈ യുവാക്കളിൽ നല്ലൊരു ശതമാനത്തിനും മരണഭയത്തിൽപ്പെട്ട മാനസിക സംഘർഷം മൂലം ഭ്രാന്താവസ്ഥ നേരിടുന്നുണ്ട്. അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവ് എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ച് മരണത്തെക്കാൾ ഭയാനകമായ അംഗവൈകല്യമാണ് കൂടുതൽ ട്രോമയിലാക്കുന്നത്. ഇനിയുള്ള കാലം വികലാംഗരായി കഴിയുക എന്നത് മരണത്തിനും അപ്പുറമാണ്. 2 കാലുകൾ നഷ്ടപ്പെട്ടവരും 2 കൈകളും നഷ്ടപ്പെട്ടവരും വരെ ഇക്കൂട്ടത്തിലുണ്ട്. സർക്കാർ ഇവരെയെല്ലാം പിന്നീട് തഴയുകയാണെന്ന ആക്ഷേപവും ഇസ്രായേലികൾക്കിടയിൽ പരക്കെയുണ്ട്. വരുമാനമില്ലാതെയും ജോലി ചെയ്യാൻ കഴിയാതെയും മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ജീവിക്കുന്നതിലും നല്ലത് മരണമാണ് എന്ന് കരുതി ആത്മഹത്യ ചെയ്യുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇസ്രായേലിലെ റുപ്പിൻ അക്കാഡമിക് സെന്ററിലെ സൂയിസൈഡ് റിസർച്ച് സെന്റർ മേധാവി പ്രൊഫസർ യോസി ലൈവ് ബ്ലാസ് സൈനികർക്കിടയിൽ ആത്മഹത്യാ തരംഗം കൂടുതൽ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയത് സർക്കാരിന് പോലും പരിഭ്രാന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്ത സൈനികരുടെ കുടുംബങ്ങളിൽ ഒരാൾ പറഞ്ഞത് ഗസയിൽ താൻ കണ്ട ഭയാനകമായ കാഴ്ചകളെക്കുറിച്ച് അവരുടെ മകൻ എപ്പോഴും സംസാരിക്കുമായിരുന്നു എന്നാണ്. കിബെറ്റ്സ് നെഹൽ ഓസിലേക്കുള്ള വഴിയിൽ, അതായത് ഇസ്രായേലിലെ ഒരു സ്ഥലമാണത്, ഈ സ്ഥലത്തേക്കുള്ള വഴിയിൽ കുടിയേറ്റക്കാരുടെ മൃതദേഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതും അയാൾ കണ്ടുവത്രേ. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ഈ മൃതദേഹങ്ങൾ നീക്കം ചെയ്യാൻ അയാളും കൂട്ടാളികളും വളരെ പണിപ്പെട്ടിരുന്നു. ആ സ്ഥലത്ത് ഏറെ നേരം അയാൾ ചെലവഴിച്ചിരുന്നു എന്നൊക്കെയാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. അതിനുശേഷം അയാൾക്ക് സാധാരണ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. നിരന്തരം ദുഃഖവും കരച്ചിലും അനുഭവപ്പെടുന്നതിനാൽ
അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് കുടുംബം വിശദീകരിച്ചത്. ഇത് ഇസ്രായേലി സൈനികർക്കിടയിലെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ അനേകം സൈനികർക്ക് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അവർ പലതരത്തിലാണ് ഇതിനെ പ്രതിഫലിപ്പിക്കുന്നത്. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ ഭ്രാന്തായി മാറുന്നു, അതല്ലെങ്കിൽ മറ്റുള്ളവർ ഒന്നും ചെയ്യാതെ വിഷാദാവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒരിക്കൽ ഞാൻ റിപ്പോർട്ട് ചെയ്തതാണ്. ഇസ്രായേലി സൈനികർ വളരെയധികം ബുദ്ധിമുട്ടിലാണ്, അവർക്ക് വളരെയധികം പ്രശ്നമാണ്. ഗസയിലേക്ക് പോകാൻ ഒരു പട്ടാളക്കാരന് ഓർഡർ വരുമ്പോൾ അയാളുടെ വീട്ടിൽ കൂട്ടക്കരച്ചിലും ഏതാണ്ട് മരണവീട്ടിലൊരു അവസ്ഥയാണ് എന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഗസയിലെ അക്രമാസക്തമായ സംഘർഷങ്ങളിൽ പോരാടുന്ന സൈനികർക്ക് ഈ പോരാട്ടത്തിനിടെ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് അനുഭവപ്പെടുകയും അഡ്രിനാലിൻ അളവ് കൂടുകയും ചെയ്യുന്നുവെന്ന് അരാൻ അസോസിയേഷന്റെ നാഷണൽ ഡയറക്ടർ ഷെറി ഡാനിയൽസ് വ്യക്തമാക്കുന്നു. പിന്നീട് യുദ്ധക്കളത്തിൽ നിന്നും ഇവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവരുടെ സാഹചര്യത്തിന്റെ യാഥാർത്ഥ്യം അവരെ സ്ഥിരമായി ഞെട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അവരെ മാനസിക തകർച്ചയിലേക്ക് നയിക്കുന്നു എന്നും ഇവർ പറയുന്നു. ഇവർ ഭ്രാന്തായി മാറുകയാണ്. ഈ പട്ടാളക്കാർക്കൊക്കെ ഭയങ്കരമായ മാനസിക സംഘർഷം അവർ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്രായേലിൽ നടത്തിയ പല പഠനങ്ങളിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നിത്യജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ താൻ കണ്ടുമുട്ടിയ നിരവധി സൈനികർ വലിയ നിസ്സഹായതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നതായിട്ട് ഈ പഠനം നടത്തിയ ഷെറി ഡാനിയൽ തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം സൈനികരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗസയിലേത് പ്രത്യേകിച്ചും. ഗസക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവർ അതിജീവനത്തിനായി പോരാടുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് പിന്തിരിഞ്ഞോടാൻ കഴിയില്ല. എന്നാൽ ജൂത സൈനികർ അങ്ങനെയല്ല. അവർ നിർദ്ദേശങ്ങൾ അനുസരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർ കൊല്ലുന്നവരോട് അവർക്ക് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. അവരുടെ ഉള്ളിൽ വേദനിക്കുന്നുണ്ട്. നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയൊക്കെ കൊന്നൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ അവർക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് അവരുടെ മാനസിക സംഘർഷം വർദ്ധിപ്പിക്കുന്നുണ്ട്, അവരെ ഡ്രോമയിലേക്ക് ആക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് യുദ്ധത്തിന് പോകാതിരിക്കാനും ആവില്ല. തികച്ചും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ജൂതർക്കിടയിലുള്ളത്. യുദ്ധത്തിന് പോയി തിരിച്ചു വരുന്ന സൈനികരുടെ വീട് പോലും ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല എന്നുള്ളതാണ് സത്യം. ഇസ്രായേലിലേക്ക് ഹൂത്തികൾ നിരന്തരം മിസൈലുകൾ അയക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് എവിടെയാ ചെന്ന് വീഴുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു പ്രദേശം മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ വലിയ മിസൈൽ വന്ന് വീഴുന്നത്. ഈ മിസൈൽ വീഴുന്നതിലൂടെ വീടുകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാ ആളുകൾ എല്ലാം നശിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ പട്ടാളക്കാരനാണ്, അയാളുടെ കുടുംബമാണ് എന്നോർത്തൊന്നും ഒഴിവാകാൻ കഴിയില്ല. ഇയാൾ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വീട്ടിലെല്ലാവരും കാണണമെന്ന് പോലും നിർബന്ധമില്ല, അവരെല്ലാം മരിച്ചിരിക്കാം. അത്തരമൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഒരു എയർപോർട്ടിൽ കൊണ്ട് ഹൂത്തികൾ ഒരു മിസൈൽ ഇട്ടിട്ട് ഒരു പ്രദേശം തന്നെ അവിടെ തകർന്ന് തരിപ്പണം അടിച്ച് ഇപ്പോൾ അവിടെ വിമാനങ്ങളൊന്നും സർവീസ് നടത്താൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തൊക്കെ ഒരു മിസൈൽ വീണ് കഴിഞ്ഞാൽ എത്രയധികം ആൾക്കാരാണ് മരിക്കുകയും എത്ര വീടുകളായിരിക്കും അവിടെ തകരുന്നത്. ഇതൊന്നും ഇസ്രായേൽ ഗവൺമെന്റ് പുറത്തേക്ക് വിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം രാജ്യം തകർന്ന് തരിപ്പണമാവുമ്പോഴും അധികാരം നിലനിർത്താൻ വേണ്ടി ബന്ദികളെ തിരിച്ചു വാങ്ങാനും യുദ്ധം അവസാനിപ്പിക്കാനും തയ്യാറാവാത്ത നെതന്യാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ വർദ്ധിക്കുമ്പോഴും അയാൾ ഗാസയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനും ഗസ പിടിച്ചെടുക്കാനും 10,000 സൈനികരെ കൂടി റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ട്രംപ് സൗദി അറേബ്യയിൽ വന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ ഹമാസുമായി ഒരു ഒത്തീർപ്പുണ്ടാക്കി യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ അയാൾ ഗസയെ അതിഭയങ്കരമായി ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഗസ എത്ര വേണമെങ്കിലും അയാൾക്ക് ആക്രമിക്കാമല്ലോ. കാരണം ഇയാൾ ഈ ആകാശത്തൂടെ വന്നിട്ടാണ് ഗസയെ ആക്രമിക്കുന്നത്. ഗസക്കാർക്ക് അതിന് മാർഗമില്ലാത്തതുകൊണ്ട് അവർ മരിക്കുകയല്ല, വേറെ മാർഗമൊന്നുമില്ല. അതിന് പകരമായി കുറെയെങ്കിലും ഇപ്പോൾ തിരിച്ചു കൊടുക്കുന്നത് ഹൂത്തികൾ മാത്രമാണ്. ഹൂത്തികളുമായിട്ട് അതുകൊണ്ട് അവർക്ക് ഏറ്റുമുട്ടാൻ കഴിയാതെ അമേരിക്ക ആദ്യം പിന്മാറി ഇപ്പോൾ ഇസ്രായേലും ആക്രമണം കുറച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുരുക്കിലായ ഇസ്രായേൽ യുവത്വം ആത്മഹത്യ ചെയ്തുകൊണ്ടാണ് ഇതിനൊരു പോംവഴി തേടുന്നത്. ഗാസയിൽ കൊല്ലപ്പെടുന്ന 10,000-കണക്കിന് നിരപരാധികളായ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാപത്തിന് പകരമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.